നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു പുതുയുഗം വെട്ടിത്തുറന്ന ഒരുപാട് നവോത്ഥാന നായകന്മാരെ ഇതിനകം നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ സമൂഹത്തിന്റെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് സമൂഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പരിധി കൊണ്ട് ആ പരിധികളെ മറികടന്നുകൊണ്ട് സമൂഹത്തിൽ അവശതയും അതേപോലെ തന്നെ ആലംബഹീനരുമായിട്ടുള്ള ഒരുപാട് സ്ത്രീജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചാനയിക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള നേതൃത്വങ്ങൾ ഉണ്ടായി വരണം. അങ്ങനെ നമ്മുടെ കേരളത്തിലെ മലയാളികളായ വനിതകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് അവതരിക്കപ്പെട്ട ഒരുപാട് നവോത്ഥാന നായികമാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 നവോത്ഥാന നായികമാരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് അമ്മു സ്വാമിനാഥൻ എന്ന നവോത്ഥാന നായികയാണ്. സ്വാമിനാഥൻ വക്കീൽ അല്ലെ, സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ജീവിച്ച ഒരു വ്യക്തി, അവരാണ് അമ്മു സ്വാമിനാഥൻ. ഒരു സാധാരണ സ്ത്രീയായിരുന്നു. പൊന്നാനിയിലാണ് ജനനം. പൊന്നാനിയിലെ ആനക്കര ഭവനത്തില് 1894 ജനിച്ച അമ്മു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. മദ്രാസിലുള്ള ഒരു ഡോക്ടറാണ് ഇവരെ വിവാഹം കഴിച്ചത്. തുടർന്ന് കുടുംബിനിയായിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പോയ ഈ ദമ്പതികൾക്ക് 4 മക്കളാണ് ഉണ്ടായത്. അതിലൊരു മകളുടെ പേരാണ് ലക്ഷ്മി, മറ്റൊന്ന് മൃണാളിനി, മറ്റൊന്ന് സുഭരായൻ. മറ്റൊരാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഇതിൽ നമുക്ക് വേണ്ടി വരുന്ന പേര് 2 വനിതകളുടെ പേര് മാത്രമേ വേണ്ടി വരുള്ളൂ. ലക്ഷ്മി എന്ന് പറയുന്നത് പിൽക്കാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായുള്ള ഝാൻസി റാണി റെജിമെന്റിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത ക്യാപ്റ്റൻ ലക്ഷ്മി. ആ ക്യാപ്റ്റൻ ലക്ഷ്മി അമ്മു സ്വാമിനാഥന്റെ മകളാണ്. രണ്ടാമത്തെ മകളായിട്ടുണ്ടായിരുന്നത് മൃണാളിനിയാണ്. ആരാണ് മൃണാളിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൃണാളിനി സാരാഭായി അല്ലെ, വിക്രം സാരാഭായി എന്നുള്ള ഇന്ത്യ ജന്മം നൽകിയ അതുല്യ ശാസ്ത്ര പ്രതിഭയുടെ ഭാര്യയായ മൃണാളിനി സാരാഭായി. അതിലുപരി ദേശം അറിയപ്പെടുന്ന ഒരു നർത്തകിയായിരുന്നു ഈ മൃണാളിനി സാരാഭായി. ഈ 2 മക്കളുടെയും അമ്മയായിരുന്നു അമ്മു സ്വാമിനാഥൻ. ഈ അമ്മു സ്വാമിനാഥന്റെ പ്രസക്തിയും പ്രത്യേകതയും എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ത്യയുടെ പാർലമെന്റ് നമുക്കറിയാം. നമ്മുടെ രാജ്യസഭയെന്നും ലോക്സഭയെന്നും പറയുന്ന ഈ പാർലമെന്റ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നായിരുന്നു. ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും അതിനുശേഷം നമ്മുടെ രാഷ്ട്രത്തിന്റെ തനതായ നിയമം എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി, ആ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലേക്കും ആ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ഭരണം കൈമാറുമ്പോൾ ഒരു ഇടക്കാല ഗവൺമെന്റ് ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ആ ഇടക്കാല ഗവൺമെന്റിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടക്കാല പാർലമെന്റും അതേ സമയത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നു. ആ ഇടക്കാല പാർലമെന്റിലും അമ്മു സ്വാമിനാഥൻ അംഗമായിരുന്നു. അതിനുശേഷം ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1952 ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഡിണ്ടിഗൽ എന്ന മണ്ഡലം, ആ ഡിണ്ടിഗൽ എന്നുള്ള മണ്ഡലത്തിൽ നിന്ന് 1952 നമ്മുടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ് ശ്രീമതി അമ്മു സ്വാമിനാഥൻ. അപ്പോൾ നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഭകളിലും അംഗത്വം ഉണ്ടായിരുന്ന വ്യക്തി ആര് എന്ന ചോദ്യത്തിന്റെ നേർക്കാഴ്ച ചെന്ന് ചേരുന്നത് അമ്മു സ്വാമിനാഥൻ എന്നുള്ള ഒരു വ്യക്തിയിലാണ്. അവർ പാലക്കാട്, പൊന്നാനി, മലബാർ എന്നീ പ്രദേശങ്ങളിലൊക്കെ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീടുള്ള അവരുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് മദ്രാസായി മാറിയിരുന്നു. ഭർത്താവിന്റെ മരണശേഷം അവർ പൊതുജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞുവെക്കുകയാണ്. ആ കാലയളവിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട് അവസരം കിട്ടുന്നത്. നമ്മൾ അറിയും, മലബാറിലെ മറ്റൊരു നവോത്ഥാന നായിക എന്ന് പറയുന്ന AV കുട്ടിമാളുവമ്മ നമ്മുടെ അമ്മു സ്വാമിനാഥന്റെ സഹോദരിയായിരുന്നു എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ അമ്മു സ്വാമിനാഥൻ ഒരു വനിതാ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിരുന്നു. അമ്മു സ്വാമിനാഥൻ പ്രവർത്തിച്ചിരുന്നത് മദ്രാസ് വിമൺ അസോസിയേഷൻ എന്ന സംഘടനയിലാണ്. ഇങ്ങനെ മദ്രാസ് വിമൺ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അമ്മു സ്വാമിനാഥന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മു സ്വാമിനാഥൻ പ്രവർത്തിച്ചത് മദ്രാസ് വിമൺ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ നടന്ന ഒരു അതിശക്തമായ ഒരു സമരമുണ്ട്. ആ സമരത്തിന്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയും. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത വനിത ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചെന്നെത്തുന്നതും അമ്മു സ്വാമിനാഥനിലേക്കാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ നയിച്ച വനിത എന്ന ഖ്യാതിയാണ് അമ്മു സ്വാമിനാഥനുള്ളത്. 1945 അമ്മു സ്വാമിനാഥനെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്
മദ്രാസിൽ നിന്നും തിരഞ്ഞെടുത്ത് വിടുന്നത്. തുടർന്ന് 1952 ഇന്ത്യയിലെ ഔദ്യോഗികമായ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അമ്മു സ്വാമിനാഥൻ ഡിണ്ടിഗൽ എന്ന മണ്ഡലത്തിൽ നിന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന അതല്ല ഇപ്പോൾ ഉള്ളത്, അത് മാറി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാറിയിട്ട് ഇപ്പോൾ ലോക്സഭയാണുള്ളത്. ആ ലോക്സഭയിൽ അംഗമായിട്ട് മാറ്റപ്പെടുകയുണ്ടായി. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജ്യസഭാംഗമായും അമ്മു സ്വാമിനാഥനെ നിയോഗിക്കുകയുണ്ടായി. അമ്മു സ്വാമിനാഥൻ പിൽക്കാലത്ത് നമ്മുടെ ഈ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിലിം സെൻസർ ബോർഡ് അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ് അമ്മു സ്വാമിനാഥൻ. 1963 ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന പദവിയിലും അമ്മു സ്വാമിനാഥൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മു സ്വാമിനാഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഇത്തരം മാത്രമേ ഉള്ളൂ. അമ്മു സ്വാമിനാഥൻ ജനിച്ചത് എവിടെയാണ്? പൊന്നാനിയിലാണ് അമ്മു സ്വാമിനാഥൻ ജനിച്ചത്. അമ്മു സ്വാമിനാഥന്റെ സഹോദരിയുടെ പേരെന്താണ്? അത് കുട്ടിമാളു അമ്മ, AV കുട്ടിമാളു അമ്മ അമ്മു സ്വാമിനാഥന്റെ സഹോദരിയായിരുന്നു. അമ്മു സ്വാമിനാഥന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, മദ്രാസ് വുമൻസ് അസോസിയേഷൻ എന്നുള്ള സംഘടനയിലാണ് അമ്മു സ്വാമിനാഥൻ ആദ്യമായിട്ട് പ്രവർത്തിച്ചത്. അമ്മു സ്വാമിനാഥൻ പങ്കെടുത്ത പ്രധാനപ്പെട്ട സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അമ്മു സ്വാമിനാഥനെ കുറിച്ച് പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലും ഇന്ത്യയുടെ ഇടക്കാല പാർലമെന്റിലും രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായ ഒരേയൊരു വനിത എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരാണ്? അമ്മു സ്വാമിനാഥനാണ്. ഇതേപോലെ തന്നെ ഫിലിം സെൻസർ ബോർഡ് അംഗമായ വനിതയും അമ്മു സ്വാമിനാഥനാണ്. 1963 ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് നിയോഗിക്കപ്പെട്ടതും ആരാണ്? അമ്മു സ്വാമിനാഥൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തയാളെ കുറിച്ച് നോക്കാം. അടുത്തയാൾ ആരാണ്? അടുത്തയാളുടെ പേരെന്ന് പറയാൻ നേരത്ത് ആനി മസ്ക്രീൻ ആണ് കേട്ടോ. AV കുട്ടിമാളു അമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ പേരൊന്ന് മാറ്റുക. ഇവരുടെ പേരെന്ന് പറയുന്നത് ആനി മസ്ക്രീൻ ആണ്. ആനി മസ്ക്രീൻ. ആനി മസ്ക്രീന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനി മസ്ക്രീൻ തിരുവിതാംകൂറുകാരിയാണ്. തിരുവിതാംകൂറുകാരിയ ആനി മസ്ക്രീനിനെ തിരുവിതാംകൂറുകാർ ഒരു ബഹുമതി ചാർത്തി നൽകി. ആ ബഹുമതി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു വനിത എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അമ്മു സ്വാമിനാഥനാണ്. തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ അമ്മു സ്വാമിനാഥൻ. ഇതേപോലെ തന്നെ തിരുക്കൊച്ചി എന്ന ഗവൺമെന്റ് ഇവിടെ രൂപം കൊണ്ടപ്പോൾ പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ ജലസേചനവും വിദ്യുച്ഛക്തി വകുപ്പും കൈകാര്യം ചെയ്ത വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മുടെ ആനി മസ്ക്രീൻ. അഥവാ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ മന്ത്രി, വനിതാ മന്ത്രി എന്നുള്ള പ്രത്യേകതയായിരുന്നു ആനി മസ്ക്രീനെ ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ഇവരെന്ത് ചെയ്തു? ലോക്സഭയിലേക്ക് തിരുവിതാംകൂറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് തിരുക്കൊച്ചിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതയാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും എത്തിച്ചേരുന്നത് നമ്മുടെ ആനി മസ്ക്രീനിലേക്കാണ്. അപ്പോൾ ലോക്സഭയിലേക്ക് എവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു? തിരുക്കൊച്ചിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ആര്? അമ്മു സ്വാമിനാഥന്റെ ആളല്ല, ഇത് നമ്മുടെ ആനി മസ്ക്രീനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആനി മസ്ക്രീന്റെ പ്രത്യേകത, അവർ എവിടെ എത്തിയിട്ടുണ്ട്? ആ ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. തിരുക്കൊച്ചിയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് എത്തിയത്. ആനി മസ്ക്രീൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലും ആനി മസ്ക്രീൻ അംഗമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 1901 തിരുവനന്തപുരത്ത് ജനിച്ച ആനി മസ്ക്രീൻ MA പഠനം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം ശ്രീലങ്കയിൽ പോയി ജോലി നോക്കിയിരുന്നു. പക്ഷെ തിരികെ ഇവിടെ എത്തുകയും നിയമ പഠനം പൂർത്തീകരിക്കുകയും അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ആയിട്ട് ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നുള്ള ആ ഒരു പ്രസ്ഥാനം നടക്കുന്നത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്താണ് എന്ന് ചോദിച്ചാൽ, 1937 പ്രവിശ്യകളിലെല്ലാം, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രവിശ്യകളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുകയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന അംഗങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കുവാൻ അവസരം നൽകുകയും ചെയ്തപ്പോൾ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾ മാത്രം രാജാവ് നിശ്ചയിക്കുന്ന രാജാവിന്റെ ഇഷ്ടക്കാരായിട്ടുള്ള കൗൺസിലും മന്ത്രിയും ഭരിക്കുന്ന ഭരണം അനുഭവിക്കണമെന്നുള്ള വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഈ നാട്ടിലും വേണം ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ഭരണം എന്ന ആഹ്വാനം മുൻനിർത്തിക്കൊണ്ട് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുകയും പട്ടം എത്താണുപിള്ള അതിന്റെ പ്രസിഡന്റായി വരികയും ചെയ്ത ആ സന്ദർഭത്തിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഇവിടെ നടന്നത്. ആ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വനിതയാണ് ആനി മസ്ക്രീൻ എന്ന് പറയുന്നത്. ആനി മസ്ക്രീൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ എന്ന് വെച്ചാൽ വിദ്യുച്ഛക്തിയും ആരോഗ്യ വകുപ്പും ജലസേചനം മുതലായ വകുപ്പുകളാണ് നമ്മുടെ പറവൂർ TK നാരായണപിള്ളയുടെ മന്ത്രിസഭയിലെ ആനി മസ്ക്രീൻ കൈകാര്യം ചെയ്തിരുന്നത് എന്നതുകൂടി നമ്മൾ ഓർത്തേക്കുക.
1950-കൾക്ക് ശേഷം ആനി മസ്ക്രീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് അഭിപ്രായ ഭിന്നതയിൽ എത്തിച്ചേരുകയും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് സ്വതന്ത്രയായിട്ട് മത്സരിച്ചു. തിരുവനന്തപുരത്ത് സ്വതന്ത്രയായിട്ട് മത്സരിക്കുകയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ആനി മസ്ക്രീൻ. അപ്പോൾ ആനി മസ്ക്രീനെ കുറിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? 1901 തിരുവിതാംകൂറിലാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് ആനി മസ്ക്രീന്റെ ജനനം എന്ന് പറയുന്നത്. ആനി മസ്ക്രീൻ MA പഠനം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ശ്രീലങ്കയിൽ ഒരു ജോലിക്ക് പോയി. പക്ഷെ ജോലി അത്രയ്ക്കൊന്നും സുഖമില്ലാത്തത് കൊണ്ട് തിരികെ എത്തുകയും പഠനം വീണ്ടും നടത്തുകയും ചെയ്തു. അങ്ങനെ നിയമ പഠനം പൂർത്തിയാക്കിയ നമ്മുടെ ആനി മസ്ക്രീൻ ആ കാലത്ത് ഇവിടെ നടന്ന പല സമര പോരാട്ടങ്ങളെയും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി ഈ സമര പോരാട്ടങ്ങളുടെ ഭാഗഭാക്കായി മാറി. അപ്പോൾ ആനി മസ്ക്രീൻ ആദ്യമായിട്ട് ഭാഗഭാക്കായ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണ്. തുടർന്ന് ഇവിടെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്നപ്പോൾ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതയാണ് ഇവർ. തുടർന്ന് 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ആ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ TK നാരായണപിള്ള, അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയുമായി. ആ പറവൂർ TK നാരായണപിള്ളയുടെ മന്ത്രിസഭയിലെ തിരുക്കൊച്ചിയിലെ ആദ്യത്തെ വനിതാ മന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? ആനി മസ്ക്രീൻ ആയിരുന്നു. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കരട് രേഖയിൽ ഒപ്പുവെച്ച വനിത എന്നുള്ള ഖ്യാതിയും ആനി മസ്ക്രീനാണുള്ളത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ ഒപ്പുവെച്ച വനിത ആരാണ്? ആനി മസ്ക്രീനാണ്. ഈ ആനി മസ്ക്രീൻ 1952 തിരുവനന്തപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ആരെക്കുറിച്ചാണ്? AV കുട്ടിമാളു അമ്മയെ കുറിച്ചാണ്. ആരാണ് AV കുട്ടിമാളു അമ്മ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആരാണ്? പൊന്നാനിയിലെ ആനക്കര തറവാട്ടിൽ സ്വാമിനാഥൻ വക്കീലിന്റെ മകൾ ആയിട്ട് ജനിച്ച വ്യക്തിയാണ് AV കുട്ടിമാളു അമ്മ. കോഴിപ്പുറത്ത് മാധവൻ നായർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ വിവാഹം കഴിച്ചതോടു കൂടിയിട്ടാണ് അവർ AV കുട്ടിമാളു അമ്മ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതും. ഈ പറയുന്ന കോഴിപ്പുറത്ത് മാധവൻ നായർ എന്ന് പറഞ്ഞയാള് മദ്രാസിലെ മന്ത്രിസഭയിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയായിരുന്നു ഓർക്കേണ്ടതാണ്. അങ്ങനെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകന്റെ ഭാര്യയായി മാറിയ AV കുട്ടിമാളു 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഗാന്ധിജി ആഹ്വാനം ചെയ്ത സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു വനിതയാണ്. ആരാണ്? നമ്മുടെ AV കുട്ടിമാളു അമ്മ. തുടർന്ന് ഇവിടെ ഖാദി സ്വദേശി പ്രസ്ഥാനം എന്ന പേരായ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഖാദി വസ്ത്രത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ പ്രചരണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനത്തിനെയാണ് നമ്മൾ ഖാദി സ്വദേശി പ്രസ്ഥാനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഖാദി സ്വദേശി വസ്ത്ര പ്രക്ഷോഭം അല്ലെങ്കിൽ ആ ഖാദി സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് AV കുട്ടിമാളു അമ്മ. അവരെന്താണ് ചെയ്തത്? ഇവിടെ ഈ സമര കാലഘട്ടത്തിന്റെ ഇടയിൽ വിദേശ വസ്ത്രങ്ങൾ വിൽപ്പന ചെയ്തിരുന്ന വിദേശ വസ്ത്ര ഷോപ്പുകൾ ടിക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വദേശി വസ്ത്രങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് AV കുട്ടിമാളു അമ്മ. ഇതേ കാലയളവിലാണ് ഈ സ്വദേശി സമരം നടത്തുന്ന നിയമലംഘന സമരം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാനായിട്ട് ബ്രിട്ടീഷ് പോലീസ് എത്തുന്നത്. ആ സമയത്ത് തന്റെ 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് സമരവേദിയിൽ ഉണ്ടായിരുന്ന ആളാണ് AV കുട്ടിമാളു അമ്മ. അതുകൊണ്ടാണ് പറയുന്നത് കൈക്കുഞ്ഞുമായിട്ട് നിയമലംഘന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് ജയിൽവാസം ലഭിച്ച ആ വനിതാ നേതാവിന്റെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന പേര് AV കുട്ടിമാളു അമ്മയുടെ പേരാണ്. അതേപോലെ തന്നെ 1942 ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴും ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകുവാൻ ആഹ്വാനം ചെയ്തിരുന്ന ഗാന്ധിജിയുടെ ഡു ഓർ ഡൈ എന്നുള്ള മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് നമ്മുടെ AV കുട്ടിമാളു അമ്മ. അതിന്റെ പേരിലും അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. 1942 തടങ്കലിൽ അടയ്ക്കപ്പെട്ട AV കുട്ടിമാളു അമ്മ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ജയിൽ മോചിതയായി മാറിയത്. അങ്ങനെ സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് ഓപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ AV കുട്ടിമാളു അമ്മ അവരുടെ പ്രവർത്തനം കൊണ്ട് മലബാറിലെ ജനങ്ങളുടെ എല്ലാം ഓപ്പയായി മാറുകയും ഓപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനിയും അതേപോലെ തന്നെ നവോത്ഥാന നായികയുമായിട്ട് AV കുട്ടിമാളു അമ്മ മാറ്റപ്പെടുകയാണ്. തുടർന്ന് ഇവർ മലബാർ ഹിന്ദി പ്രചാര സഭ എന്ന പേരിൽ ഒരു സംഘടനയിൽ അംഗത്വമെടുക്കുകയും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സംഘടന എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് ചോദിച്ചാൽ മലബാർ മേഖലയിൽ ഹിന്ദി ഭാഷയുടെ പ്രചാരം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് മലബാറിലെ ഹിന്ദി പ്രചാര സഭ എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് നമ്മുടെ AV കുട്ടിമാളു അമ്മയാണ്.
ഇതോടൊപ്പം തന്നെ മാതൃഭൂമി എന്നുള്ള പത്രമുണ്ട്. 1923 നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാൽ രൂപീകരിക്കപ്പെട്ട ഒരു പത്രമാണ് മാതൃഭൂമി എന്നുള്ള പത്രം. ആ മാതൃഭൂമി പത്രത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന വ്യക്തിയാണ് എ വി കുട്ടിമാളുവമ്മ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്മു സ്വാമിനാഥനെ കുറിച്ചും ആനി മസ്തിനെ കുറിച്ചും അതേപോലെ തന്നെ എ വി കുട്ടിമാളുവമ്മയെ കുറിച്ചുമുള്ള ഈ ഒരു വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് നവോത്ഥാന നായികമാരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളായി കണക്കാക്കിക്കൊണ്ട് ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.